ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു SF ക്രിയേറ്റീവ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി വീഡിയോ ആണ്. അതിനായി ആദ്യം നമ്മൾ 12 ഇഞ്ചിൻ്റെ ഇതുപോലത്തെ ഒരു ബേസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നോർമലി കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ വാങ്ങുന്ന ഒരു ബേസ് ബോർഡാണ്. അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്ന നമ്മുടെ തെർമോക്കോൾ. ഇത് നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതുപോലെ സർക്കിളിലുള്ള തെർമോക്കോൾ, കുറച്ച് കട്ടിയുള്ള വീതിയുള്ള തെർമോക്കോൾ നമുക്ക് ഓരോ ലെയർ അനുസരിച്ച് വാങ്ങാം. നമ്മളിപ്പോൾ ഇവിടെ 3 ലെയറാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 4 ലെയർ വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് ലെയറാണോ വേണ്ടത് അത്രയും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അത് അങ്ങനെ 3 ലെയർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നില്ലേ, അതുപോലെ സൈഡിലും ഇതുപോലെ ഡബിൾ സൈഡ് ടാപ്പ് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതെന്തിനാ വെച്ചാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ചോക്ലേറ്റൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ലെയറിൽ നമ്മൾ ഡയറി മിൽക്ക്, സിൽക്കും, ഗാലക്സിയും, കിറ്റ്കാറ്റും ആണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഒറ്റയടിക്ക് നമ്മൾ ഈ ഡബിൾ സൈഡ് ടാപ്പിൻ്റെ സ്റ്റിക്ക് അങ്ങ് പറിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പോൾ താഴത്തെ ലെയറിൽ ഗാലക്സിയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ആദ്യം ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളതിൽ ഇങ്ങനെ ഏത് ചോക്ലേറ്റ് ആണോ അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ ശേഷം മാത്രം മെല്ലെ മെല്ലെ ഇങ്ങനെ കുറച്ചായി റിമൂവ് ചെയ്തിട്ട് അവിടെ ചോക്ലേറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ലെയറിൽ നമ്മൾ കിറ്റ്കാറ്റാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു വിഡ്ത്ത് കവർ ചെയ്യുന്ന രീതിയിൽ ചോക്ലേറ്റ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചായിട്ട് റിമൂവ് ചെയ്തിട്ട് അതിൽ ചോക്ലേറ്റ് വെച്ച് കൊടുക്കുക. ഈ ഒരു ചോക്ലേറ്റ് കവർ എന്ന് പറഞ്ഞാൽ കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കവറാണ്. അതുകൊണ്ട് തന്നെ പിന്നെ മേലെ നമ്മൾ ഡയറി മിൽക്ക്, സിൽക്കിൻ്റെ ഫ്രൂട്ട് ആൻഡ് നട്ട്സ് ആണ് വെക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് റേറ്റ് അധികമാണ്. അപ്പോൾ ആ ഒരു ഡയറി മിൽക്ക്, സിൽക്കാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ആൻഡ് അതൊക്കെ വെച്ചതിൻ്റെ ശേഷം ഇതുപോലെ ജസ്റ്റ് ഫോർ യു എന്നുള്ള ഒരു ഓഫ് വൈറ്റ്, ഒരു ക്രീം കളർ റിബൺ ഇതുപോലെ അതിൻ്റെ ചുറ്റും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് 2 ബെനിഫിറ്റ് ഉണ്ട്. ഒന്ന്, നമുക്ക് ആ ചോക്ലേറ്റ് ഇങ്ങോട്ടേക്ക് വീഴാതെ നമുക്ക് സേഫായിട്ട് നിൽക്കും. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് നല്ല ഭംഗിയിലത് സെറ്റായിട്ട് കിട്ടും. അത് വെച്ചാൽ കുറച്ചും കൂടി ഭംഗി കൂടുതൽ കിട്ടും. ഈ ഒരു റിബൺ നമ്മൾ ഡബിൾ സൈഡ് ടാപ്പ് വെച്ച് തന്നെയാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ടൈപ്പിലുള്ള ഡബിൾ സൈഡ് ടാപ്പ് മറ്റേ ഡബിൾ സൈഡ് നമ്മൾ നോർമലി ഡബിൾ സൈഡ് ടാപ്പ് കണ്ടിട്ടില്ലേ, അതിനേക്കാൾ യൂസ്ഫുള്ളാണ്. എനിക്കങ്ങനെ ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ സ്റ്റിക്കുമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഡബിൾ സൈഡ് ടാപ്പ് ഭയങ്കര ലൈക്കായിരുന്നു. അപ്പോൾ നിങ്ങളും വാങ്ങുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ടൈപ്പിലുള്ള ഡബിൾ സൈഡ് ടാപ്പ് തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കുറച്ച് പേർക്ക് ഡൗട്ട് കാണും, ഇത് നമ്മൾ തലേന്ന് ചെയ്യുന്നതാണ് ഈ വർക്ക്, അപ്പോൾ ചോക്ലേറ്റ്സും കാര്യമൊക്കെ അലിഞ്ഞു പോവില്ലേ, മെൽട്ടായി പോവില്ലേന്ന്. ഇല്ല, മെൽട്ടായി പോവില്ല. നമ്മൾ ഒരു തവണ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് മേലെയൊക്കെ ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പോൾ പിറ്റേന്ന് രാവിലെ നമ്മൾ ആ ഒരു തീം മീൻസ് പീച്ച്, ഓഫ് വൈറ്റ്, അതുപോലെ തന്നെ പിങ്ക്, ഈ 3 കളർ കോമ്പിനേഷനാണ് നമ്മുടെ തീം. അപ്പോൾ ആ ഒരു 3 കളർ കോമ്പിനേഷനിലുള്ള ഫ്ലവേഴ്സ് അതിൻ്റെ ടോപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലവേഴ്സൊക്കെ വെച്ചതിൻ്റെ ശേഷം നമ്മൾ ജിപ്സം ഫ്ലവേഴ്സും കൂടി അതിൻ്റെ കൂടെ ഒന്ന് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന രീതിയിൽ മൊത്തത്തിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്.
എല്ലാ ഗ്യാപ്പും ഫില്ല് ചെയ്യുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം മേലെ ടോപ്പിൽ ജസ്റ്റ് എൻഗേജ്ഡ് എന്നുള്ളൊരു ടോപ്പറും കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മളെ ചോക്ലേറ്റ് ടവർ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ റിസൾട്ട് നോക്കിയാലോ. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ബ്രദറിൻ്റെ എൻഗേജ്മെൻ്റ് ആയതുകൊണ്ട് കുറച്ച് ബിസി ആയതുകൊണ്ട് അതിൻ്റേതായ ഫൈനൽ ഔട്ട്പുട്ട് കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.